ഹലോ ഗായ്സ്, ബിഗ് ബോസ് സീസൺ 7 അഞ്ചാമത്തെ ദിവസം എന്താണ് സംഭവിച്ചത്? അഞ്ചാമത്തെ ദിവസം നമ്മുടെ രേണുസുതി ഇരുന്ന് കരയുന്നു. എന്തിനാന്നൊരു പിടിയില്ല. രേണുസുതി ഇരുന്ന് ക്യാമറക്ക് മുന്നിൽ ഇരുന്ന് കരയുകയാണ്. എന്റെ അച്ഛനെ കാണാനില്ല, എനിക്ക് കഞ്ഞും പയറും കിട്ടുന്നതാണ്, അതൊന്നും കിട്ടിയില്ലല്ലോ, എനിക്ക് ആരും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേണുസുതി നമ്മുടെ ബിഗ് ബോസ് ക്യാമറക്ക് മുന്നിൽ ഇരുന്ന് കരയുന്നു. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ആരും എന്റെ സങ്കടം കാണുന്നില്ലല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് അധികം അതിനെ പ്രൊമോട്ട് ചെയ്തില്ല. നീ അവിടെ ഇരുന്ന് കരയുന്ന സംഭവം ഒന്നും ഇവിടെ നടക്കില്ല എന്നുള്ളത് നമ്മുടെ ലാലേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7ന്റെ പണിയാണ്, അതുകൊണ്ട് കരച്ചിൽ കാർഡ്, തേങ്ങാ കാർഡ്, അങ്ങനത്തെ കാർഡൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മാത്രമാണ് ഇപ്പോഴും ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു, അതിലൊരു കണ്ടന്റ് ഇല്ലാന്ന് മനസ്സിലായപ്പോൾ നേരെ നമ്മുടെ അനീഷിന്റെ അടുത്ത് മെക്കിട്ട് കയറാൻ വേണ്ടി പോയി നമ്മുടെ രേണുസുതി. പക്ഷെ അനീഷിന് അത് വേണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചില സമയത്ത് അനീഷിന്റെ സ്വഭാവം കാണുമ്പോൾ നമുക്ക് തന്നെ നന്നായി ശരിയല്ല എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രേണുസുതിയും അനീഷും തമ്മിൽ ഭയങ്കര വഴക്ക്. അതായത് രേണുസുതി കണ്ണടച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അനീഷ് നിർത്താതെ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രേണു അതിനെതിരെ പല രീതിയിലും പ്രവോക്ക് ചെയ്തിട്ട് വർത്താനം പറയുന്നുണ്ട്. അടി മാത്രം നടന്നില്ല, ആ രീതിയിലോട്ട് നമ്മുടെ രേണുസുതി കിടന്ന് ചാടിത്തുള്ളി കളിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു തുള്ളലിന്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷിന്റെ വായിൽ നിന്നും ആരാണ് സുതി എന്നുള്ളൊരു പേര് വന്നപ്പോ രേണു വീണ്ടും പ്രശ്നം കേറിയില്ലേ, നിനക്ക് അതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല, നീ പോടാ നാണം കെട്ടവനെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേണുസുതി താണ്ട് തുടങ്ങി നമ്മുടെ അനീഷ് ബ്രോനെ കൊട്ടിയാണ്ട് മെഴുകി. പക്ഷെ ഈ സുതി ആരാന്നുള്ളത് ചോദിച്ചപ്പോ ബാക്കിയുള്ള മത്സരാർത്ഥികളും അതിനെതിരെ ചെറിയ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, എനിക്ക് സുധിനെ അറിയത്തില്ല, ഞാൻ സുധിനെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനീഷ് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അപ്പോ അതിനെതിരെ കുറച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വഴക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമാവാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്ത ആൾക്കാർക്ക് കണ്ടന്റ് ഇല്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അങ്ങനെ ആ ഒരു കണ്ടന്റ് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ റന ഫാത്തിമയും നമ്മുടെ സബോള ഓനിയലും തമ്മിൽ കിച്ചണിൽ ഒരു വഴക്കുണ്ടാക്കുന്നത്. അതായത് രണ്ടുപേർക്കും കണ്ടന്റ് ഇല്ല എന്നും പറഞ്ഞൊരു വഴക്ക് തുടങ്ങി. ആ ഒരു വഴക്ക് എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഒരൊന്നുമല്ല, എന്തൊരു ഫുഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു വഴക്ക് മാത്രമാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് ഒരു വഴക്കായിട്ട് ആക്കേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് കണ്ടപ്പോ തോന്നിയില്ല. ആ ഒരു വഴക്ക് നടക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബിൻസിയും നവീനും തമ്മിൽ ചെറിയൊരു പിണക്കത്തിന്റെ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ആ ഒരു പറച്ചിൽ പിന്നീട് വലിയൊരു അടിക്കായിരുന്നു എന്നുള്ളത് പിന്നീടാണ് കണ്ടപ്പോൾ മനസ്സിലായത്. അങ്ങനെ ആ ഒരു വഴക്കും പിണക്കവും എല്ലാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പണിപ്പുര ടാസ്ക് വരുന്നത്. പക്ഷെ ആ ഒരു പണിപ്പുര ടാസ്കിൽ നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ഒരു പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്ബറിന് മാത്രമാണ് അതിന്റെ അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. 20 സെക്കൻഡ് മാത്രമാണ് അക്ബറിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല. അക്ബറിന് എന്താണോ വേണ്ടത് അത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ അക്ബറിനെ കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ അക്ബർ അവിടെ കയറി സാധനങ്ങളൊക്കെ എടുത്തു വന്നു. പക്ഷെ എടുത്തു വന്ന സാധനങ്ങള് പോയിന്റിനേക്കാളും കൂടുതലായി പോയി. അങ്ങനെ അനീഷ് ആ ഒരു പോയിന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തപ്പോ അനീഷിന്റെ കുത്തിക്കഴപ്പ് എന്ന് പറയേണ്ടി വരും. അനീഷ് പറഞ്ഞു, ബിഗ് ബോസ് ഇത് അക്ബർ എടുത്തത് ഒരുപാട് സാധനങ്ങളുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ബിഗ് ബോസ് അങ്ങോട്ട് തന്നെ തിരിച്ചെടുക്കണമെന്നാണ് എന്റെ അഭ്യർത്ഥന, നിങ്ങളത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസിന്റെ അണ്ണാക്കിലോട്ട് പിരിവെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അനീഷ് ബ്രോ പറയൽ തുടങ്ങി. അപ്പോ നമ്മുടെ അനീഷ് ബ്രോ പറഞ്ഞത് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം അക്ബർ കൊണ്ടുവന്ന ഫുഡ് ബാക്കിയുള്ളവർക്കും കഴിക്കാം എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവരും സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം മറ്റുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അക്ബർ അകത്ത് കയറിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്നത്. അങ്ങനെ അപ്പോഴും നമ്മുടെ അനീഷിന്റെ വായിലുള്ളത് ഇതെല്ലാം തിരിച്ചെടുക്കണം എന്നായിരുന്നു. നമ്മുടെ ബിഗ് ബോസ് മാമൻ എന്താ പൊട്ടനാണോ? അല്ലല്ലോ. അപ്പോ ബിഗ് ബോസ് മാമൻ വന്ന് പറഞ്ഞു, മോനെ അനീഷേ, നമ്മുടെ അക്ബർ എടുത്തിട്ടുള്ള ആ പോയിന്റിനുള്ള സാധനങ്ങൾ അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ നമ്മുടെ അനീഷിന്റെ വായിൽ പിരിവെട്ടി. അങ്ങനെ അനീഷ് പിരിവെട്ടിയിരിക്കുന്ന സമയത്ത് ഈ ഒരു നേരത്തെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ആ ഒരു വഴക്ക് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് നമ്മുടെ റന ഫാത്തിമയും ഒനിയലും തമ്മിലുള്ള വഴക്ക് വീണ്ടും വരുന്നു. ഒരാൾക്ക് പുച്ഛം, ഒരാൾക്ക് എന്താണ് ടാലന്റ് ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പാൽപ്പെട്ടി, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടി, അങ്ങോട്ട് പോടാ പൊടി എന്നുള്ള രീതിയിലുള്ള വഴക്ക് വെറുതെ ഉണ്ടാകുന്നു. അതിലൊടുവിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ റന ഫാത്തിമ ഒനിയലിനോട് പറഞ്ഞിരുന്ന് കരയാണ് കേട്ടോ.
അതായത് പാർഷ്വാലിറ്റി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ സീന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം റെന ഫാത്തിമയ്ക്കും കണ്ടന്റ് ഇല്ല. കാരണം ആ കൊച്ചു ഇവിടെ ഇങ്ങനെ അതുപോലെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടെന്നല്ലാണ്ട് കണ്ടന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് താനിത് ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി അവിടെ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടവരും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചുമ്മാ വെറുതെ ഇരിക്കുന്ന, അതായത് നമ്മുടെ ആര്യനും നമ്മുടെ അപ്പാനിയും കൂടിയിട്ട് അവിടെ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആ വഴി ചുമ്മാ നമ്മുടെ അനുമോള് വന്നപ്പോ ആര്യൻ എന്തോ കൈകൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയില്ലേ, മിഡിൽ ഫിംഗർ കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രശ്നം വീണ്ടും ഭയങ്കര വഷളാക്കുന്നുണ്ട്. എന്താ പറയാ, എല്ലാവരും മിഡിൽ ഫിംഗർ ഒന്നല്ല കാണിച്ച് ജസ്റ്റ് ഇങ്ങനെയല്ലേ കാണിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അനുമോൾക്ക് അതൊന്നും ഇഷ്ടമായില്ല. സംഭവം പറഞ്ഞാൽ അനുമോൾക്കും കണ്ടന്റ് ഇല്ല അവിടെ. സത്യം ഇതിലിപ്പോ കണ്ടന്റ് മിക്കവാറും വരാറുള്ളത് നമ്മുടെ അനീഷ് കുറെ കണ്ടന്റ് അവർക്ക് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, അക്ബർ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് ഷാനവാസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇനി നമുക്കൊരു പുതിയൊരു ക്യാപ്റ്റൻ വേണമല്ലോ എന്ന് നമ്മുടെ ബിഗ് ബോസ് മാം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഷാനവാസ്, ബിൻസി, അഭിലാഷ് ഇവര് 3 പേരെയാണ് ആ ഒരു ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. ആ ടാസ്കിലേക്ക് തിരഞ്ഞെടുത്ത 3 പേർക്കും ഒരു മത്സരം ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ടാണ് നമുക്ക് ആ ഒരു അടുത്ത ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ അപ്പാനിയും അനീഷും തമ്മിൽ വഴക്കുണ്ട്. ആ വഴക്ക് ഇന്ന് തുടങ്ങിയതല്ല, 2-3 ദിവസമായിട്ട് അവർ തമ്മിൽ ചെറിയൊരു കോട്ടപ്പട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം നമ്മുടെ അനീഷിനെ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കണം. ചില സമയത്ത് അവന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും, ഓ അനീഷ് ഭയങ്കര ഓവർ ആണോ, അത് ഓവർ ആക്കുന്നതാണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അവനും നല്ലൊരു ഗെയിം പ്ലാനിങ്ങിലൂടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ അനീഷിന്റെ കാര്യം. അങ്ങനെ അത് കഴിഞ്ഞപ്പോ അടുത്ത ഒരു പണി എന്ത്, ജയിൽ നോമിനേഷൻ. പക്ഷേ അവിടെ ബിഗ് ബോസ് വേറൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അപ്പാനി നമ്മുടെ അനീഷിനെ ഇങ്ങനെ ചീത്ത പറയുന്ന കേട്ടിട്ടാണോ എന്ന് അറിയില്ല, അനീഷിനോട് ഡയറക്റ്റ് ആരെങ്കിലും ജയിലിലോട്ട് കയറ്റി വിടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ പേര് പറയാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ അനീഷ് നേരെ അപ്പാനിയുടെ പേര് പറഞ്ഞു കൊടുത്തില്ലേ പണി അപ്പാനിക്ക്. അത്ര നേരം തുള്ളിച്ചാടി നിന്ന അപ്പാനിക്ക് നേരെ ജയിൽ നോമിനേഷനിലോട്ട് നമ്മുടെ അനീഷ് കയറ്റി വിട്ടു. പിന്നെ ബാക്കി ഒരാളുടെയും തിരഞ്ഞെടുക്കണം. അങ്ങനെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ അനുമോളെയാണ് 2ാമത് തിരഞ്ഞെടുത്തത്. അങ്ങനെ ജയിൽ നോമിനേഷനിലോട്ട് നമ്മുടെ അനുമോളും അതേപോലെ അപ്പാനി ശരത്തുമാണ് ജയിൽ നോമിനേഷനിലോട്ട് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ആ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ നവീനും ബിൻസിയും തമ്മിൽ ചെറിയ എന്തോ ഒരു പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് പേക്കോലം എന്ന് വിളിച്ചെന്നോ പിന്നെന്താണ് നീ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയില്ലേ, പിന്നെ അങ്ങനെ കുറച്ച് മോഡൽ ഡ്രസ്സിങ്ങിനെ കുറിച്ചും അവരുടെ ആ ഒരു പ്രൊഫഷണലിനെ കുറിച്ചും 2 പേരും ആദ്യം ചുമ്മാ ഇങ്ങനെ സംസാരിച്ചിട്ട് അതിലിടക്ക് നമ്മുടെ ഷാനവാസും കൂടി വന്നപ്പോൾ ആ സംസാരം ഭയങ്കര പ്രശ്നമായി മാറി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ നവീനും ബിൻസിയും തമ്മിൽ ചെറിയൊരു ഒരു പിണക്കം ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ ഒരു പിണക്കത്തിന്റെ അവസാനം വഴക്കായി മാറുകയാണ് ഉണ്ടായത്. വഴക്ക് എന്ന് പറഞ്ഞാൽ യമണ്ടം വഴക്ക്. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്ക്. നിന്റെ അച്ഛനമ്മനെ പോയി വിളിക്കട എന്നുള്ളത് അവളും, കോമാളി എന്നുള്ളത് അവളും, പിന്നെ അതേപോലെ പേക്കോലം, അങ്ങനെ ഒരുപാട് വാക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിനു വേണ്ടി 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷാനവാസിനാണെങ്കിലും നവീനാണെങ്കിലും സൗണ്ടൊക്കെ പോയിട്ടാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലപോലെ വഴക്കിട്ട് ഏകദേശം അവരുടെ ഒരു വഴക്കെല്ലാം ഒന്ന് ഒതുങ്ങി. അതായത് ഇനി നവീൻ പറയുന്നുണ്ട് നീ എന്നോട് സോറി പറയാൻ വരണ്ട, ആ സോറി എനിക്ക് വേണ്ട എന്നൊക്കെ നമ്മുടെ നവീൻ പറഞ്ഞ് അതെല്ലാം ഒന്ന് കൂളാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്കുള്ള ടാസ്ക് വരുന്നത്. ആർക്ക്? അടുത്ത ക്യാപ്റ്റന് വേണ്ടിയിട്ടുള്ള ടാസ്ക് വരുന്നത്. ടാസ്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു 3 പാവ, അതായത് 3 ആൾക്കാരുടെ ഒരു പാവ കെട്ടിയിട്ടുണ്ടാവും. അപ്പോ ഇവരെ കണ്ണ് കെട്ടിയിട്ട്, ഈ മത്സരാർത്ഥികളെ കണ്ണ് കെട്ടിയിട്ട് ഒരു റൗണ്ടിൽ ഇങ്ങനെ തിരിക്കും. അപ്പോ ഈ റൗണ്ടിൽ തിരിക്കുന്ന സമയത്ത് ആരുടെ പാവയാണോ അടിച്ച് താഴെ വീഴുന്നത് അയാളാണ് ക്യാപ്റ്റൻ. അല്ലാണ്ട് എന്റെ പാവ ഞാൻ തന്നെ അടിക്കണം എന്നുള്ളതല്ല. 3 പേരുടെയും പാവ മേലെ കെട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ തിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഈ തിരിയുന്ന സമയത്ത് ആരുടെ പാവയാണോ അടികൊണ്ട് വീഴുന്നത് അയാളാണ് അടുത്ത ക്യാപ്റ്റൻ എന്നുള്ളത്
വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്യാപ്റ്റൻസി കിട്ടുന്നത് നമ്മുടെ ഷാനവാസിനാണ് കിട്ടിയത് മക്കളെ. ഷാനവാസിനാണ് ലക്കുള്ളത് രണ്ടാമത്തെ ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഷാനവാസ് ക്യാപ്റ്റൻ ആയ സ്ഥിതിക്ക് എന്തൊക്കെ നടക്കും എന്നുള്ളത് നെക്സ്റ്റ് വീക്കിലാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതായത് തിങ്കളാഴ്ച മുതലാണ് ഒരു ക്യാപ്റ്റൻസിയുടെ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ എന്ന് തോന്നുന്നു, അറിയില്ല. എന്താണെങ്കിലും നമുക്ക് അതും അറിയാം. അത് കഴിഞ്ഞേക്കിന് ഉടനെ നമ്മുടെ ജയിലിലോട്ട് ജയിൽ നോമിനേഷൻ 2 പേരുണ്ടായിരുന്നല്ലോ, അവരെ ജയിലിലോട്ട് കയറ്റിവിടാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അപ്പാനി ശരത്തിനെയും അനുമോളെയും ജയിലിലോട്ട് ഭയങ്കര ആദരവോടെ നമ്മുടെ അനീഷാണ് ജയിലിന്റെ ഇത് കട്ട് ചെയ്യുന്നത്. അങ്ങനെ അനീഷും ഇവരെല്ലാരും കൂടിയിട്ട് നമ്മുടെ അപ്പാനിനെയും അനുമോളെയും ജയിലിലോട്ട് കയറ്റി വിടുന്നു. അതിനുശേഷം അവിടെ കുറച്ചു നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അവർ മാറി നിന്നതിന് ശേഷം അപ്പാനിയും നമ്മുടെ അനുമോളും കൂടിയിട്ട് ചെറിയ ഒരു പ്ലാൻ ഇടുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ അനീഷ് ബ്രോനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം, അവനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ രണ്ടാളും കൂടി ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് വീണ്ടും അവർ ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ അനുമോളും അതേപോലെ അപ്പാനിയും കൂടിയിട്ട് അനീഷിന്റെ പേരും പറഞ്ഞിട്ട് കുറച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി മത്സരാർത്ഥികൾ വീണ്ടും വന്ന് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എന്തായാലും വഴക്കുണ്ടാക്കാനുള്ള ഒരു ആരോഗ്യമുള്ള സ്ഥിതിക്ക് ബിഗ് ബോസ് മാമൻ ഒരു പണി കൂടി കൊടുത്തിട്ടുണ്ട്. എന്ത്? ചപ്പാത്തി ഉണ്ടാക്കിക്കോ കുറച്ച് സമയം. അതാകുമ്പോ അധികം നേരം ഒന്ന് വർത്തമാനം പറയാനുള്ള സമയം കിട്ടുന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മാമൻ ചപ്പാത്തി ഉണ്ടാക്കാൻ കൊടുത്തു. പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കേണ്ടത് പല രീതിയിലാണ് കേട്ടോ. ഒന്ന് റൗണ്ടിലാണെങ്കിലും, ഒന്ന് ത്രികോണ രീതിയിലും, പിന്നെ ഒന്ന് ചതുരം രീതിയിലൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അതിനും എണ്ണങ്ങളുണ്ട്. കറക്റ്റ് എണ്ണത്തിൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നേരെ അനീഷ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മള് അപ്പാനിക്കും അനുമോൾക്കും കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും രാത്രി തന്നെ അതെല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരത് തിരിച്ച് നമ്മുടെ ബിഗ് ബോസിന് കൊണ്ടു കൊടുക്കുന്നുണ്ട്. ബിഗ് ബോസിന് കൊണ്ടു കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവരിരുന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോഴതാ ബിഗ് ബോസ് അടുത്ത പണിയായിട്ട് വന്നത്. ഇനി വൃത്തത്തിലുള്ളതും ചതുരത്തിലുള്ളതുമായ ചപ്പാത്തി കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബിഗ് ബോസ് അടുത്ത പണിയുമായിട്ട് നമ്മുടെ അനുമോൾക്കും അപ്പാനിക്കും കൊടുത്തു. അതും നേരെ വന്ന് നമ്മുടെ അനീഷ് വന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അവരൊക്കെ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം ഏകദേശം ഒരു മണി 2 മണിയോ ആ ഒരു സമയമായിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം നാളെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അപ്പാനെ നമ്മുടെ അനുമോളോട് പറയുന്നത്. പക്ഷെ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കണം, ഞാൻ ഇവിടെ തന്നെ വെയിറ്റിംഗ് ഉണ്ട്, ഞാൻ എവിടെയും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഒരു സൈഡിൽ പോയി നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് 5ാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അവസാനിച്ചിട്ടുള്ളത്. ഇനി ബാക്കി ദിവസം, അതായത് ഇനി ലാലേട്ടൻ ശനിയാഴ്ച വരുന്നുണ്ട്. ശനിയാഴ്ച വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ബിഗ് ബോസിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും എന്തൊക്കെ വിശേഷങ്ങളാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇപ്പോ ഓക്കെ, ബൈ.